BDS വിദ്യാർത്ഥി നിധിൻ രാജിന്റെ മരണത്തിൽ കോളേജ് അധികൃതർക്കെതിരെ ഗുരുതര ആരോപണവുമായി കൂടുതൽ വിദ്യാർത്ഥികൾ. ബോഡി ഷെയ്മിങ്ങും ജാതി വിവേചനവും കോളേജിൽ നിരന്തരം നേരിടാറുണ്ട്. പ്രത്യാഘാതം ഭയന്നാണ് പരാതിപ്പെടാത്തതെന്നും വിദ്യാർത്ഥികൾ ന്യൂസ് 18നോട് പറഞ്ഞു. ഞങ്ങളിപ്പോൾ യൂണിയന്റെ ഭാഗമായിട്ട് നടക്കുന്ന അനുശോചനമാണ്. കൂടെ ഞങ്ങളുടെ കൂടെ ഇന്റേൺസും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. അവർ നമ്മുടെ ക്ലാസ് ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ നിതിൻ്റെ കേസിലും നമ്മുടെ ഈ സാറുമാരുടെ അല്ലെങ്കിൽ അധ്യാപകരുടെ മിസ്മാനേജ്മെൻറ്റും അല്ലെങ്കിൽ ഹറാസ്മെൻറ്റും അതിനൊക്കെതിരെ നമ്മളിത് ഒരു തീരുമാനം വരുന്നത് വരെ നമ്മൾ എല്ലാവരുടെയും ആ തീരുമാനം വരുന്നവരെ നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പരാതിയായിട്ട് പലരും വന്നിട്ടുണ്ട്. ബട്ട് ദെൻ ഇറ്റ് ഗെറ്റ്സ് റിസോൾവ്ഡ്. ആൻഡ് ഇപ്പോഴാണ് പലരും പേടി കാരണം പരാതി പറയാതിരുന്നിട്ടുണ്ട്. ഞാൻ അറിയുന്നതായിട്ട് അങ്ങനെയല്ല. പക്ഷെ കഴിഞ്ഞ വർഷം കുറെ കുട്ടികൾ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ അറിയുന്നുണ്ട്. എല്ലാവർക്കും ഒരു ഭയമാണ്. അങ്ങനെ ഇവിടെ എല്ലാവരും പഠിച്ചെങ്ങനെയെങ്കിലും പാസ്സായി. കാരണം ഇറ്റ്സ് വെരി സ്ട്രെസ്ഫുൾ കോഴ്സ്. അപ്പം അതുകൊണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും ഇത് ബാക്ക് ആവാണ്ട് പഠിച്ച് പാസ്സായി പോകണം എന്നുള്ളതാ. സോ അവരുടെ ഫ്യൂച്ചറിനെ പറ്റി കൺസേൺഡ് ആയിട്ട് പലരും കംപ്ലൈന്റ്സ് ആയിട്ട് വരാറില്ല. സാമ്പത്തികാവസ്ഥയെ പറ്റി ക്ലാസ് ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അച്ഛൻ എത്രയാണ് ശമ്പളം കിട്ടുന്നത്, എന്താണ് ജോലി, അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. കളറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഡാർക്ക് ജാതിപരമായി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. കുട്ടി ഞങ്ങളുടെ ക്ലാസ്സിലല്ല, ഞങ്ങൾ ഫൈനൽ ഇയേഴ്സ് ആണ്. പക്ഷെ ആ കുട്ടി പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ കൂടി സത്യമാണെന്ന് പറയാൻ കാരണം നമുക്കത് അനുഭവം ഉള്ളത് കൊണ്ടാണ്. കുറെ കുട്ടികൾക്ക് ട്രോമാസ് ഉണ്ട്, മെഡിസിൻസ് എടുക്കുന്നുണ്ട്, എക്സാം എഴുതിപ്പിക്കാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പൊ മേ ബി അവര് ക്ലാസ്സിൽ വന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിന്നെ എക്സാം എഴുതിപ്പിക്കില്ല. ഇനിയിപ്പോ എക്സാമിന് വരുന്നത് എന്റെ ഫ്രണ്ടാണ് അല്ലെങ്കിൽ എന്റെ ജൂനിയർ ആണ്, അപ്പൊ നിന്നെയൊക്കെ ഞാൻ പ്രാക്ടിക്കലി തോപ്പിക്കും, അങ്ങനെയാണ് പറയുന്നത്. ഇപ്പൊ മോസ്റ്റ്ലി ഇപ്പൊ കമന്റ് ബോക്സ് തന്നെ നോക്കിയാൽ കാണാം, ഓരോ പേഴ്സണലി ഓരോ കാര്യങ്ങൾ വന്ന് പറയുന്നുണ്ട്. ഓരോ കുട്ടികൾ അവരവരുടെ അനുഭവം പറയുന്നുണ്ട്. അത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് ഇത്ര വലിയ സീരിയസ് കാര്യമാണെന്ന് കൂടെ മനസ്സിലാകുന്നില്ല. കാരണം ഇത്രയും വർഷം ഇതിന്റെ ട്രോമയിൽ കൂടെ കടന്നുപോയിട്ട് ഇത് ഇത്ര വലിയ സീരിയസ് കാര്യമാണോന്ന് പോലും ഇന്നാണ് ശരിക്കും ഞങ്ങൾക്കൊരു റിയാലിറ്റി ഉണ്ടാവുന്നത്. ശരിക്കും ഞങ്ങളും അത്ര ട്രോമയിലാണ്. ഈ കുട്ടി മരിക്കുന്നതിന്റെ തലേദിവസം ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞു, അച്ഛൻ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഞാൻ കുറച്ച് നാൾ ബ്രേക്ക് എടുത്താലോ എന്ന് വരെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. കാരണം ട്രോമയാണോ, ആങ്സൈറ്റി ആണോ, ഡിപ്രഷൻ ആണോ, ഏത് സ്റ്റേറ്റിൽ കൂടെയാണ് ഞങ്ങൾ പോകുന്നതെന്ന് കൂടെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്ക് അഡാപ്റ്റ് ആയി തോന്നുന്നു. മേ ബി കോളേജിലേക്ക് വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. നിതിൻ രാജിന്റെ മരണത്തിന് പിന്നിൽ ലോൺ ആപ്പുകളുടെ സമ്മർദ്ദമുണ്ടായോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇത്തരം സൂചനകൾ നൽകുന്ന ചില സ്ക്രീൻഷോട്ടുകളും പുറത്തു വന്നു. ബൈജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ബൈജു, ഇപ്പോൾ അധ്യാപകർ പ്രതികളാണ്, സംശയമില്ല. അവരെ ചോദ്യം ചെയ്യും, അറസ്റ്റ് ചെയ്യും. ഈ പ്രധാന അധ്യാപകനെതിരെയും പറ്റും നിരവധി ആരോപണങ്ങൾ സഹപാഠികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്, ശരിയാണ്. പക്ഷേ അപ്പോഴും മറ്റു ചില സാധ്യതകൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? തീർച്ചയായും രഞ്ജിത്തെ, പോലീസിന്റെ ഭാഗത്തു നിന്നും പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച്
അതിവിപുലമായ അന്വേഷണമാണ് നടക്കുന്നത് പറയേണ്ടി വരും. ഏറ്റവും നിർണായകമാവുക ഇവിടെയുള്ള CCTV ദൃശ്യങ്ങളും അതുപോലെ തന്നെ രേഖകളോടും അത് പോലീസ് നിലവിൽ ശേഖരിച്ചു കഴിഞ്ഞു. അത് പരിശോധിച്ചതിന് ശേഷമായിരിക്കും പോലീസ് ഇതിൽ കൃത്യമായൊരു നിഗമനത്തിലേക്ക് എത്തുക എന്നാണ് നമ്മളോട് സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ വ്യക്തമാക്കിയത്. ഇതിൽ ഇന്ന് പ്രതിഷേധങ്ങളുടെ വേലിയേറ്റമായിരുന്നു ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ASFന്റെ SFIയുടെ പ്രതിഷേധം, വലിയ തോതിലുള്ള SFIയുടെ പ്രതിഷേധം ഇപ്പോൾ അല്പസമയം മുമ്പ് ഇവിടെ കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ASFന്റെ പ്രതിഷേധം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. ആദ്യം KSU ആണ് ഇവിടെ ഈ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. നമുക്ക് കാണാം, ഈ ഗേറ്റിന്റെ മുൻവശത്തേക്ക് പോയി കഴിഞ്ഞാൽ ബാരിക്കാഡ് ഇവിടെ പോലീസ് സ്ഥാപിച്ചിരുന്നു. പക്ഷെ അതൊന്നും വകവെക്കാതെ അതെല്ലാം മറച്ചിട്ട് ഈ കോളേജിന്റെ അതിന്റെ അകത്തേക്ക് വരെ പ്രവർത്തകർ എത്തുകയും വലിയ പ്രതിഷേധവും നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ ഇവിടുന്ന് കാണാൻ സാധിച്ചത്. ഇതാണിപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഈ ബാരിക്കാഡ്. ഇത് മറികടന്ന് ഇതിനെ എല്ലാ സമരക്കാരും ഇതിനകത്ത്, നമുക്ക് ദൃശ്യങ്ങളിലേക്ക് അകത്ത് നോക്കിയാൽ കാണാം, ഇപ്പോഴും അവിടെ ASFന്റെ ആളുകളുണ്ട്. അല്പസമയം മുമ്പ് SFIയുടെ പ്രതിഷേധം കഴിഞ്ഞു. അതിനു മുമ്പ് MSFന്റെ പ്രതിഷേധമുണ്ടായിരുന്നു, ABVPയുടെ പ്രതിഷേധമുണ്ടായിരുന്നു, BJPയുടെ പ്രതിഷേധമുണ്ടായിരുന്നു, മഹിളാ മോർച്ചയുടെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സംഘടനകളുടെയും പ്രതിഷേധം. മാത്രമല്ല, ഈ പ്രതിഷേധം ഇന്നുകൊണ്ട് അവസാനിപ്പിക്കാനല്ല ഈ സംഘടനകൾ തീരുമാനിച്ചിട്ടുള്ളത്. വലിയ തോതിൽ വരും ദിവസങ്ങളിലും ഈ സമരം ശക്തമാക്കാനാണ് ഇവർ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാലും പോലീസ് ഇതിൽ പറയുന്നത് 3 കാര്യങ്ങളാണ്. അതിലൊന്ന് ഈ അധ്യാപകന്റെ കാര്യം തന്നെയാണ്. നമുക്ക് അല്പസമയം മുമ്പ് ഇവിടുത്തെ വിദ്യാർത്ഥിനികൾ പറയുന്നത് കേൾക്കാം. അത് ആദ്യമായാണ് അവർ ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് തന്നെ. അവർ പറയുന്നത് സമാനമായ അനുഭവം അവർക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ്. ഇവിടെ നിന്നും ഈ MK റാം എന്ന് പറയുന്ന അധ്യാപകരിൽ നിന്നും ഇത്തരത്തിൽ സമാനമായ അനുഭവം ഇവർക്കെല്ലാം ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് അവർ പറയുന്ന സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം ഏറ്റവും പ്രധാനം ഈ മൊബൈൽ ആപ്പാണ്. ആ മൊബൈൽ ആപ്പിൽ ഈ നിതിൻ രാജിന്റെ എല്ലാ രേഖകളും, അതായത് കോണ്ടാക്ട് ഉൾപ്പെടെ എല്ലാ രേഖകളും അവർ ചോർത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മൊബൈൽ ആപ്പ് വലിയൊരു വില്ലനായിട്ടുണ്ട് ഈ സംഭവത്തിൽ എന്ന് പറയേണ്ടി വരും. അധ്യാപകരെ മാത്രം കുറ്റം പറഞ്ഞതുകൊണ്ട് ആയില്ല, അതിനുമപ്പുറം അന്വേഷണം പോകേണ്ടി വരുമെന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. ഇപ്പോഴുള്ള തെളിവുകൾ, പോലീസ് ശേഖരിച്ചിരിക്കുന്ന തെളിവുകൾ, രക്ഷിതാക്കളുടെ മൊഴി, ഇതെല്ലാം അടിസ്ഥാനമാക്കി അതിൽ ഒരു നടപടി ഉണ്ടാവും. ഒരു പക്ഷേ ഇന്ന് തന്നെ അവരെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് പോലീസ് കടന്നേക്കാം. അപ്പോഴും ഇതിൽ പ്രധാനപ്പെട്ട ഒരു വില്ലനുണ്ട്. അതാരാണെന്ന് പോലീസ് കണ്ടെത്താൻ ഇപ്പോൾ തീവ്ര ശ്രമത്തിലാണ്. ഈ മൊബൈൽ ആപ്പുമായി ബന്ധപ്പെട്ട് ഈ ലത എന്നാണ് നിതിൻ രാജിന്റെ അമ്മയുടെ പേര്. അതേ പേരുള്ള ലത എന്നൊരു ടീച്ചർ ഇവിടെയുണ്ട്. ഒരു പക്ഷേ നിതിന്റെ ഈ ഫോൺ ഹാക്ക് ചെയ്തതിന് ശേഷം ആ ലത എന്ന നമ്പർ ഒരു പക്ഷേ അമ്മയുടേതാണെന്ന് കരുതിയായിരിക്കാം ഈ ആപ്പുകാർ നിരന്തരം അതിൽ വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും പോലീസ് ഇതിൽ പ്രാഥമികമായ ഘട്ടത്തിലാണ് അന്വേഷണം ഉള്ളത്. ഇതിൽ വലിയ തോതിലുള്ള അന്വേഷണം വേണ്ടിവരും. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്ന്, ഇത് എനിക്ക് പിറകിൽ കാണുന്ന ആ കെട്ടിടത്തിൽ നിന്നാണ് നിതിൻ രാജ് ഇത്തരത്തിൽ ജീവനൊടുക്കിയത്. അവിടെ പോലീസ് അവിടെ സീൽ ചെയ്തിട്ടുണ്ട്. അവിടെ ആളുകളും നിരവധി പോലീസും ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ അവസാന വർഷ BDS വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇപ്പോൾ ക്ലാസ് ഉള്ളത്. മറ്റുള്ള ആളുകളെല്ലാം തന്നെ അവധി നൽകിയിട്ടുണ്ട്. ആ കുട്ടികളാണ് നമ്മളോട് പ്രതികരിച്ചത്. അവർ പ്രതികരിക്കുമ്പോഴും ഭയപ്പാട് അവർക്കുണ്ടായിരുന്നു. ഈ പ്രതികരണത്തിന്റെ പേരിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്ന് പോലും അവർ സംശയിക്കുന്നുണ്ട്. എന്തായാലും അവർ പറഞ്ഞത് ഇതാണ്, ബോഡി ഷെയ്മിങ് ഈ അധ്യാപകന്റെ ഭാഗത്തുനിന്ന് വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരാൾക്ക് മാത്രം, ഒരു നിതിൻ രാജ് മാത്രമല്ല ഇവിടെ ഉള്ളത്, കൂടുതൽ കുട്ടികൾക്ക് നേരെ, കൂടുതൽ വിദ്യാർത്ഥികൾക്ക് നേരെ ഇയാൾ ഇങ്ങനെയുള്ള പദപ്രയോഗം നടത്തിയിട്ടുണ്ട്. നേരത്തെ പരാതി നൽകിയിട്ടുണ്ട് ഇയാൾക്കെതിരെ. പക്ഷേ ഒരു നടപടിയും ഇയാൾക്കെതിരെ സ്വീകരിച്ചിട്ടില്ല. ഒരു സസ്പെൻഷൻ കഴിഞ്ഞ വർഷം ഇയാൾക്കെതിരെ സമാനമായ രീതിയിലുള്ള ഒരു പരാതിയിൽ സസ്പെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അടുത്ത കാലങ്ങളിലൊന്നും പരാതി നൽകിയപ്പോൾ അതിലൊന്നും നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾ ആ കാര്യമെല്ലാം വ്യക്തമാക്കുന്നുണ്ട്. അവർ വലിയ തോതിലുള്ള മാനസിക പ്രയാസത്തിലാണ്. അവർ കൂടുതൽ തുറന്നു പറയാൻ അവർക്ക് വലിയ ഭയം ഇപ്പോഴുമുണ്ട്. അവർ അതിനിടയിലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കുന്ന, ഈ കുടുംബം പറഞ്ഞതും സ്ഥിരീകരിക്കുന്ന അത്തരം കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ട്. ഏതായാലും ഇതിൽ വിപുലമായ ഒരു അന്വേഷണം വേണ്ടിവരും പോലീസിന്. അതിൽ ശാസ്ത്രീയമായ തെളിവുകളെല്ലാം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇനി അത് ക്രോഡീകരിച്ചായിരിക്കും അന്വേഷണം നടക്കുക. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള അത്തരം നടപടികളിലേക്ക് പോലീസ് കടക്കുക. എന്തായാലും ഈ റാഗിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രശ്നമുണ്ട്, അതിൽ ഒരു അന്വേഷണം ഉണ്ടാവും. അതോടൊപ്പം ഈ അധ്യാപകർ സംഗീത, അതുപോലെ തന്നെ ഡോക്ടർ MK റാം, ഇവരെ കസ്റ്റഡിയിലെടുത്ത് അവരെ ചോദ്യം ചെയ്യും, വിശദമായ ചോദ്യം. അതോടൊപ്പം തന്നെ ഈ മൊബൈൽ ആപ്പിൽ വിശദമായ ഒരു അന്വേഷണം ഉണ്ടാവും. എല്ലാ ഫയലുകളും, അതായത് നിതിൻ രാജിന്റെ ഫോണിലുള്ള എല്ലാ ഫയലുകളും ഈ മൊബൈൽ ആപ്പ് അവർ ഹാക്ക് ചെയ്തിട്ടുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം അത്തരം ഇവർ ഭീഷണിപ്പെടുത്തുന്ന ചാറ്റുകളും ലത ടീച്ചർ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ആ സംഭവത്തിൽ സൈബർ പോലീസ് ഇപ്പോൾ കേസുമെടുത്ത സാഹചര്യമുണ്ട്. ഏതായാലും 7 അംഗ പ്രത്യേക സംഘം, അതിൽ സൈബർ ടീമുണ്ട്. അത്തരത്തിൽ വിപുലമായ ഒരു അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്.
ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടി ഈ ശാസ്ത്രീയ തെളിവുകൾ ക്രോഡീകരിച്ച് ഈ അധ്യാപകരുടെ അറസ്റ്റ് ഉണ്ടാവുമെന്നാണ് കരുതുന്നത്. ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ഈ ചോദ്യം ചെയ്യലിന് ശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്തിയേക്കാം. നേരത്തെ ഉയർന്നു വന്ന പരാതികൾ ഈ നമ്മളോട് സംസാരിച്ച കുട്ടികളെയൊക്കെ മൊഴി രേഖപ്പെടുത്താറുണ്ട്. ഇന്ന് ഏതായാലും വലിയ പ്രതിഷേധത്തിന്റെ ഒരു ദിവസം എന്ന് പറയേണ്ടി വരും. പ്രതിഷേധം ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല. ഇപ്പോൾ അല്പസമയമാണ് SFIയുടെ പ്രതിഷേധം നടന്നത്. ഇനി 3 മണിക്ക് SDP-യുടെയും കൂടി പ്രതിഷേധമുണ്ട്. വിവിധ സംഘടനകളുടെ വലിയ തോതിലുള്ള പ്രതിഷേധം. അത് അവരെല്ലാം ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത് തന്നെയാണ്. ഇതിൽ കൃത്യമായൊരു അന്വേഷണം ഉണ്ടാവണം. ഇതിൽ കൃത്യമായ ഈ കാരണം കണ്ടെത്തണം. നിതിൻ രാജിന്റെ കൊലയാളികളെ സംരക്ഷിക്കുന്ന നടപടി അത് അവസാനിപ്പിക്കണം. ഇയാളെ ഇവിടെ നിന്ന് കോളേജിൽ നിന്ന് പിരിച്ചുവിടണം. ഈ അധ്യാപകർക്കെതിരെ ഇപ്പോൾ ആരോപണ വിധേയരായ അധ്യാപകരെ പിരിച്ചുവിടണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. പ്രതിഷേധം ഇനിയും ഉണ്ടാകും. ഏതായാലും വലിയ പോലീസ് സുരക്ഷാ സന്നാഹങ്ങളാണ് ഇവിടെ രാവിലെ മുതൽ തന്നെ വലിയ പ്രതിഷേധം കോളേജിലേക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഈ കോളേജിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അധ്യാപകരെ ഈ HOD ആയിട്ടുള്ള ആളെ അടക്കം മാറ്റി നിർത്തണമെന്നുള്ള ആവശ്യമാണ്. നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയരാണ് ഇവർ എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് വന്ന ഭീഷണി സന്ദേശങ്ങൾ, മെസ്സേജുകൾ ഒക്കെ പോലീസ് സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഒപ്പം ബൈജു, ഈ CCTV ദൃശ്യങ്ങൾ, കോളേജിലെ CCTV ദൃശ്യങ്ങൾ പ്രധാനമാണ്. ഒപ്പം മാതാപിതാക്കളുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണ സംഘം 7 സംഘത്തിൽ ചില സംഘാംഗങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്തെത്തി മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തിയെന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. സഹപാഠികളുടെ മൊഴി എടുത്തിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായും ഈ വിരൽ ചൂണ്ടപ്പെടുന്നത് അധ്യാപകരുടെ പീഡനം അല്ലെങ്കിൽ അവരുടെ മാനസികമായ നിതിൻ രാജിനെ വിഷമിപ്പിച്ചതൊക്കെ വലിയ തോതിൽ ഈ പ്രവൃത്തിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നൊരു നിഗമനം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്, അല്ലേ? തീർച്ചയായും രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ് പോലീസ് പങ്കുവെക്കുന്നത്. പക്ഷേ അപ്പോഴും ശാസ്ത്രീയമായ നിരവധി തെളിവുകൾ പോലീസിനെതിരെ അടിസ്ഥാനമാക്കുന്ന തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതാണ് ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചിട്ടുള്ളത്. അതോടൊപ്പം രേഖകളും മറ്റ് ചില രേഖകളും ഒക്കെ ഇവിടുന്ന് പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്. അതെല്ലാം ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഈ അധ്യാപകരുടെ ഭാഗത്തു നിന്നും വളരെ മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഉറപ്പാണ്. അത് ഇതിലൊരു പ്രധാന കാരണം തന്നെയാണ്. അതോടൊപ്പം ഈ മൊബൈൽ ആപ്പ്, അത് കൂടുതൽ കുട്ടികൾ ഇത്തരം ചതിക്കുഴിയിൽ വീണിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം ഈ മൊബൈൽ ആപ്പ് ഇതിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ഒരിക്കൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള മുഴുവൻ രഹസ്യങ്ങളും, നമ്മുടെ മുഴുവൻ കോൺടാക്റ്റുകളും, ഗാലറി ഫയലുകളും എല്ലാം ഈ മൊബൈൽ ആപ്പ് കൈക്കലാക്കുന്നു എന്നാണ്. പിന്നീട് ഇതിൽ നോക്കി ഈ ഒരു ഹാക്ക് ചെയ്ത ഇതിൽ നിന്നും ഫോൺ നമ്പർ എടുത്ത് അവരെ വിളിക്കുന്ന സാഹചര്യമാണ്, അവർക്ക് മെസ്സേജ് അയക്കുന്ന സാഹചര്യമാണ്. അതിലെല്ലാം പോലീസിന് കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കേസെടുക്കുന്ന സാഹചര്യമുണ്ട്. അതുപോലെ ഏതായാലും അന്വേഷണം വിപുലീകരിക്കേണ്ടി വരും. കൂടുതൽ തലങ്ങളിലേക്ക് അന്വേഷണം കടക്കേണ്ടി വരും. കാരണം ഇത് കൂടുതൽ കുട്ടികൾ, ഇനിയൊരു നിതിൻ രാജ് ഇവിടെ ഉണ്ടാകരുത് എന്നതാണ് പോലീസ് പറയുന്നത്. അത്രത്തോളമുള്ള ശാസ്ത്രീയമായ അന്വേഷണത്തിലേക്ക് അവർ നീങ്ങും. ഈ അധ്യാപകരുടെ കാര്യത്തിൽ ഇതിൽ ഒരു കൃത്യമായ അവരുടെ ഭാഗത്തു നിന്നും ഇതിൽ മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഉറപ്പാണ്. അത് പോലീസ് അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം, ജാമ്യമില്ലാ വകുപ്പ്, SC/ST അതിക്രമ തടയൽ നിയമം ഉൾപ്പെടെ ഇതിൽ ചുമത്തിയിട്ടുള്ളത്. ഇതിന് കൂടുതൽ വകുപ്പുകൾ പോലീസ് ചുമത്തിയേക്കാം. ഞാൻ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജുമായി ഞാൻ നേരിട്ട് സംസാരിച്ചു. അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു അത് തന്നെയാണ്. ഇതിൽ ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇത്തരം തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം ഇന്ന് തന്നെ ഒരു പക്ഷേ ഈ അധ്യാപകരുടെ അറസ്റ്റ് ഉണ്ടായേക്കാം. ഏതായാലും ഇവർ ഇപ്പോൾ ഒളിവിലാണ്. ഇവരെ കണ്ടെത്താൻ പോലീസ് ശ്രമം നടത്തുന്നുണ്ട്. അതിനിടയിൽ തന്നെ ഈ തിരുവനന്തപുരത്തു നിന്നുള്ള മൊഴി, അതോടൊപ്പം സഹപാഠികളുടെ മൊഴി, ഇവിടുത്തെ മറ്റ് അധ്യാപകരുടെ മൊഴി, ഇതെല്ലാം ശേഖരിച്ച് അതിനുശേഷം ഒരു അന്തിമ ചിത്രത്തിലേക്ക് എത്തി അതിനുശേഷമായിരിക്കും ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവില്ല. ഇതിൽ അധ്യാപകരുടെ ഏതെങ്കിലും തരത്തിൽ അവർ ചെയ്ത പ്രവർത്തികളെ ന്യായീകരിക്കാൻ ഇനി പറ്റില്ല. ഈ കോളേജ് അധികൃതർക്കും പറ്റില്ല. അത് കൃത്യമായി പോലീസ് പറയുന്നുണ്ട്. അതിൽ അത്തരത്തിൽ മൊഴികളുണ്ട്. അതുകൂടാതെ നമുക്ക് തന്ന ഈ അഭിമുഖത്തിൽ തന്നെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ അതെല്ലാം വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു അധ്യാപകനെ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ വലിയ പരാതി വന്നിട്ടുള്ളത്. നേരത്തെയും ഈ ആരോപണ വിധേയനായാണ്. അതുമാത്രമല്ല സസ്പെൻഷൻ ഉൾപ്പെടെ നടപടികൾക്ക് വിധേയരായ ഒരാളാണ്. ഇയാൾ തന്നെ വീണ്ടും ഈ ഒരു കോളേജിൽ തന്നെ പഠിക്കുന്ന സാഹചര്യമുണ്ടായി. കുട്ടികൾക്ക് വലിയ തോതിൽ മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന തരത്തിൽ ഇയാളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ പെരുമാറ്റമുണ്ടായെന്ന കാര്യത്തിൽ ഉറപ്പാണ്. അത് പോലീസിനും അതിനുള്ള തെളിവുകളും മൊഴികളെല്ലാം ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ മൊബൈൽ ആപ്പ് പ്രധാനമായും പരിശോധിക്കുന്നത് കൂടുതൽ കുട്ടികൾ ഈ ഒരു മൊബൈൽ ആപ്പിന്റെ ചതിക്കുഴിയിൽ വീണിട്ടുണ്ടോ എന്നതാണ്. ഏതായാലും അത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.